ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. ലുസൈൽ എന്ന സ്ഥലത്ത്. അങ്ങനെ ഞാൻ ടാക്സി പിടിച്ചിട്ട് പോകണം. ടാക്സിക്കാരൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ട്. Where are you from, brother? I am from Ethiopia. Ethiopia. ആയിവാ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചങ്ങായ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയത് കുറച്ച് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ്. നല്ല റോഡ് തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം. ഖത്തറിൽ ചൂടൊന്നും തുടങ്ങിയിട്ടില്ല, ചെറിയൊരു ചൂട്. ഉച്ച സമയത്ത് ഭയങ്കര രാത്രിയൊക്കെ നല്ല ക്ലൈമറ്റ്. ഈ കാണുന്നതാണ് ഖത്തറിൻ്റെ 8 തലസ്ഥാനം, അതായത് കോർണേഴ്സും പറയും. എല്ലാ ബാങ്കും എല്ലാം ഇവിടെയാണുള്ളത്, ഈ ഒരു സ്ഥലമായിട്ട്. എത്താറായി, കുറച്ചും കൂടി ഉള്ള കാണാൻ നല്ല വ്യൂസ് ആയിട്ട്. വേറെ വൈബ് ഇവിടുത്തൊക്കെ. ഓരോരോ ബിൽഡിങ്ങുകളും ഓരോരോ സ്ട്രക്ചറൊക്കെ വേറെ ഒരു വൈബിലാണ്. കാണാനല്ലേ നല്ല രീതിയിൽ. ഇതൊക്കെ ഫുള്ള് കൂടുതലായിട്ട് അണ്ടർഗ്രൗണ്ട് പാസിങ്ങാണ്. കൂടുതലും മെട്രോയും പിന്നെ അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ അണ്ടർഗ്രൗണ്ട് പാസിങ്ങാണ്. കുറേ ലോങ് വരെ എന്നുള്ളത് അണ്ടർഗ്രൗണ്ട് പാസിങ്ങിലാണ് ഉള്ളത്. ഇവിടെ നല്ല വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആയിട്ട്. അതാണ് റോഡിൽ നിന്നും മുന്നിൽ കാണുന്ന കാഴ്ചകൾ. അതൊക്കെ ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വീണ്ടും ഒരു തുരങ്കം. ട്രാഫിക്കാണ് ഇവിടെ. ട്രാഫിൽ കൂടിയാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നമുക്ക് നോക്കിയാൽ കാണാം. നമുക്ക് പോകാം, കുഴപ്പമില്ലാത്ത വണ്ടി നിർത്തി തരും. ഇനി കിടക്കാൻ പറ്റില്ല. രാത്രി ആയാലും നല്ല ഭംഗിയായത്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടാവും കാണാൻ. പകൽ പിന്നെ അത്ര പകലിൻ്റെ വെട്ടത്തെ കാണുള്ളൂ. ഇതിവിടെ ഒരു ഉണ്ടാക്കിയെടുത്തൊരു കടൽ പോലത്തെ സ്ഥലം, ഫുള്ള് സെറ്റാക്കിയിട്ട്. തിരമാല ഒന്നുമില്ല ഇവിടെ. നല്ല കാണാൻ പറ്റിയൊരു വെറുതെ വന്നിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം. അതാണ് രാത്രി കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ലൈറ്റൊക്കെ ഒരു സെറ്റാക്കിയിട്ട്. നല്ല രസമാണ് കാണാൻ. രാത്രി ഇതിൻ്റെ കളർ ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോരോ വട്ടം
ഞാൻ അവിടുന്ന് ഒരു മാളിലോട്ട് കയറി, വെങ്ഡോം മാളെന്ന് പറഞ്ഞിട്ട്. ഇത് മാളിനകത്താ. നല്ല വൈബിലിരിക്കാം. നല്ല കൊട്ടാരം പോലുണ്ട്. വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നോക്കാം. സ്റ്റെപ്പ് കൂടെ ഇറങ്ങിയിട്ട് പോവാം. നല്ല ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോഴത്തെ പുറത്തൊക്കെ. പിന്നെ വൈകുന്നേരമാകുമ്പോൾ വെള്ളത്തിൻ്റെ പരിപാടി, നല്ല രസമുണ്ട്. ഫ്രണ്ടല്ലേ ഇത് സൈഡാ. വലിയൊരു മാള്. വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇത് മറ്റേ വിൻഡോ മാളിൻ്റെ അടുത്തുള്ളത് ഒരു ഇതാണ്, റെസിഡൻസിയാണ്, റോയൽ മെറിഡൻ പറഞ്ഞിട്ട്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ, സൈലൻ്റാണ്, ഫുള്ള് അപ്പാർട്ട്മെൻറ്റാണ്. വലിയ വലിയ വീടുകളും സ്റ്റാർ ഹോട്ടൽ അങ്ങനെയുള്ള ഏരിയയാണ്. ഇവിടെ തന്നെ ഫൗണ്ടനുണ്ട് വെള്ളത്തിൻ്റെ. ഇത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ അതിൽ? നോക്കാം പോയിട്ട് മുന്നോട്ട്. ഇവിടുത്തെ മാളാണ്, വിൻഡോ മാൾ പറഞ്ഞിട്ട് മാളാണ്. ഒന്ന് കയറി ഇറങ്ങിയതാണ്, നടന്ന് ഭ്രാന്ത് പിടിച്ചു. ഞാനിറങ്ങിയതാണ്. ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ് ഇതാണ്. ഇവിടെ ഖത്തറിൽ മറ്റേ ചന്ദ്രനെ പോലുള്ള ഒരു ബിൽഡിങ് ഇതാണിത്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ, പക്ഷെ അതെന്തെന്നാന്ന് അറിയില്ല എനിക്ക്. ഡൂറ കഫേ ഉണ്ട്, ഇഷ്ടംപോലെ കഫേ അങ്ങനത്തെ ഇതൊക്കെ, കോഫിയുടെ. വൈകുന്നേരം ആയാലും എല്ലാവരും ഇവിടെ വന്നിട്ടിരിക്കും. കുറേ പഴയ വണ്ടികളൊക്കെ ഉണ്ട്, ജാമ്പുവിൻ്റെ കാലത്തുള്ള വണ്ടികൾ. അതിന് വിട പറഞ്ഞുകൊണ്ട് ഞാൻ ടാക്സിയിൽ കയറി.